നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്യാൻഡിൽ നെയിമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നുണ്ടാക്കുന്നത് നമ്മുടെ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന നാടൻ പരിപ്പ് വടയാണ്. അപ്പോൾ ഒട്ടും സമയം കളയാൻ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാനും മറക്കരുത്. വടപ്പരിപ്പ് ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് അത് നന്നായിട്ട് തോരാൻ വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു 3-4 നമ്മുടെ കറിവേപ്പില, ഒരു 4 പീസ് ചെറിയ ഇഞ്ചി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം, പിന്നെ ഏകദേശം ഒരു 10-35 നമ്മുടെ കൊച്ചുള്ളി. അപ്പോൾ കൊച്ചുള്ളിയെ നമ്മൾ വളരെ ചെറുതായിട്ട് അരിയുക. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് സൈഡിലേക്ക് വെക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന വടപ്പരിപ്പിനെ ചെറുതായിട്ട് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. കൂടുതൽ ഇട്ട് അതിനെ അരച്ച് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ വെള്ളം ഒന്നും ചേർക്കാതെ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് ഈ കാണുന്നില്ല ഇതേ കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ചെടുക്കുക. കൂടുതൽ അങ്ങ് പൊടിഞ്ഞു പോകാതിരിക്കേണ്ട. കുറച്ച് പരിപ്പ് വേണമെങ്കിൽ നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കടിക്കാവുന്നവർക്കൊക്കെ നമുക്ക് കടിച്ച് കഴിക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ മുളക് ഇട്ട് കൊടുക്കുന്നു. കറിവേപ്പില, പച്ചമുളക് എന്നിവയും ഇതിലേക്ക് ചേർക്കുന്നു. പിന്നെ കൂടാതെ നമ്മളിതിലേക്ക് നമ്മുടെ ഇഞ്ചി, പിന്നെ നമ്മുടെ പെരിഞ്ജീരകം എന്നിവ കൂടെ ചേർത്ത് കൊടുക്കുന്നു. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ വടപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇത് ഓപ്ഷണലാണ്, വേണ്ടിയവർക്ക് ചേർത്ത് കൊടുക്കാം, വേണ്ടാത്തവർക്ക് വേണ്ട. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ട് പിന്നെ ഇളക്കി നന്നായിട്ട് ചേർത്ത് ഉപ്പ് ഇളക്കി നോക്കുക. പാകത്തിന് ഉപ്പായിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവനെ നന്നായിട്ട് ഇളക്കി ചേർത്ത് നമ്മൾ റെഡിയാക്കി ഇതേപോലെ തന്നെ നല്ലപോലെ പ്രസ് ചെയ്ത് അമർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ സമയമൊന്നും അത് പുറത്ത് വെക്കണ്ട. ഒരു 5 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പാനൊക്കെ നമ്മുടെ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ചേർക്കുകയാണ്. വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഏകദേശം ഒന്ന് ചൂടാകാൻ പോകുമ്പോഴത്തേന് നമ്മൾ നമ്മുടെ മാവ് നമ്മളെടുത്ത് ഒരു ശകലം ബോളായിട്ട് എടുത്ത് കൃത്യം ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഇതിനെയൊക്കെ ഒന്ന് ബോളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ഏകദേശം തിളച്ച് വരുമ്പോൾ നമ്മൾ എണ്ണ പാകമായെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പീസ് മാവ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശമൊക്കെ ഒന്ന് ആകാറായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പിന്നെ നമ്മുടെ കയ്യിലൊന്നും പറ്റിപ്പിടിക്കാതെ ഈ എണ്ണയിലേക്ക് മാവിനെ ഇടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൈയുടെ വെള്ളയിൽ ശകലം വെള്ളം തേച്ചതിന് ശേഷം, അതായത് ശകലം വെള്ളമയം തേച്ചതിന് ശേഷം ആ മാവൊന്ന് വെച്ച് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വട പരുവത്തിൽ നമുക്ക് നമ്മുടെ വടയിൽ കിട്ടും. അപ്പോൾ നമ്മുടെ എണ്ണയിലേക്ക് നമ്മൾ ഇറക്കി കൊടുക്കുന്ന സമയത്ത് കയ്യിലൊന്നും തെറിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പിന് 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ തിരിച്ച് നമ്മുടെ വടയൊക്കെ ഏകദേശം ഒന്നായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വട സെറ്റായിട്ടുണ്ട്. നമ്മളിനി എണ്ണയിൽ നിന്ന് എടുക്കുക. അപ്പം വളരെ തീ കൺട്രോൾ ചെയ്യുക. കാരണം അധികം തീ ആയി കഴിഞ്ഞാൽ പുറവശം മാത്രം നല്ലപോലെ വെന്തിരിക്കുക, ആകമൊന്നും വേവാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് ഇതിനെ നന്നായിട്ട് എടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമെങ്കിൽ 1-2 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. നമ്മൾ ആദ്യം പറയാൻ വിട്ടുപോയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ എടുക്കുന്ന പരിപ്പ്, അതായത് വടപ്പരിപ്പെന്ന് തന്നെ ചോദിച്ച് വാങ്ങുക. നമ്മുടെ സാധാ പരിപ്പും കൊണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇത്രയും നല്ല ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും ഏകദേശമൊക്കെ ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നല്ല മുരിഞ്ഞ് നല്ല റെഡി ആയിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വടപ്പരിപാടിയെല്ലാം ഏകദേശമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു നല്ല തേയില വെള്ളം കൂടി ഇട്ടിട്ടുണ്ട്. നല്ല സുലൈമാനി നല്ല പരിപ്പ് വടി പുറത്ത് നല്ല അടിപൊളി മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കഴിക്കുക എന്നുള്ള ഒറ്റ പരിപാടിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയായി കാണും വരെ ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.